ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ വൻതോതിൽ ലഹരി വേട്ടകൾ നടക്കുന്നത് നിങ്ങൾ വാർത്തകളിൽ കാണുന്നുണ്ടാകും. സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി മാഫിയകളുടെ വേരറുക്കാൻ നടക്കുന്ന നർക്കോ ഹണ്ട് അല്ലെങ്കിൽ തൂഫാൻ മിഷന്റെ ഭാഗമായുള്ള കടുത്ത റെയ്ഡുകളാണിത്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ നടക്കുന്ന ഈ വൻ വേട്ടകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെയും ഏജന്റുമാരെയും എത്ര പിടിച്ചാലും ഈ മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ഇതിലൊരു ശാശ്വതമായ മാറ്റം വരണമെങ്കിൽ ടൺ കണക്കിന് മയക്കുമരുന്ന് അന്താരാഷ്ട്ര അതിർത്തികൾ കടത്തി നമ്മുടെ മണ്ണിലേക്ക് എത്തിക്കുന്ന ആ വൻ സ്രാവുകളെ വലയിലാക്കണം. അതിനായി കേന്ദ്ര ഏജൻസികളും ഇന്ത്യൻ നേവിയും ചേർന്ന് നടുക്കടലിൽ നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ വേട്ടയെക്കുറിച്ച് നമ്മൾ അറിയണം. അതാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഈ ഓപ്പറേഷൻ സമുദ്രഗുപ്ത കടലിൽ എത്രത്തോളം ശക്തമായി വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും ലഹരി ഒഴുക്ക് കുറയുന്നത്. കാരണം കടൽ മാർഗമുള്ള ഈ വൻകിട കടത്ത് തടയാൻ നേവിയും NCBയും ചേർന്ന് കടലിൽ വലിയൊരു സുരക്ഷാ കോട്ട തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ആകാശത്ത് സാറ്റലൈറ്റുകളും കടലിൽ അത്യാധുനിക യുദ്ധ കപ്പലുകളും കാവലിരുന്നിട്ടും ഇത്രയധികം മയക്കുമരുന്ന് എങ്ങനെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ നമ്മുടെ തീരങ്ങളിലേക്ക് അടുക്കുന്നത്? ഇതിൻ്റെ ഉറവിടം തേടിപ്പോയാൽ നമ്മൾ ചെന്നെത്തുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വിചിത്ര സാങ്കേതിക വിദ്യയിലാണ്. കടലിനടിയിലൂടെ ആരുടെയും കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കുന്ന നാർക്കോ സബ്മറൈനുകൾ അഥവാ ഡ്രഗ്സ് കടത്തുന്ന അന്തർവാഹിനികൾ. ഇതെന്താണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രൂപം കണ്ടോ? ഒറ്റനോട്ടത്തിൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സാധാരണ ബോട്ട് പോലെ തോന്നും അല്ലേ? എന്നാൽ സംഗതി അതല്ല. ഇതിനെ സാങ്കേതികമായി വിളിക്കുന്നത് സെമി സബ്മേഴ്സിബിൾ ബോട്ടുകൾ എന്നാണ്. അതായത് ഇതിൻ്റെ ബോഡി മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കും. മുകൾ ഭാഗവും ആ പുകക്കുഴലും മാത്രം വെള്ളത്തിന് തൊട്ടുമുകളിൽ കാണാം. പണ്ട് കൊളംബിയയിലെ വലിയ മയക്കുമരുന്ന് മാഫിയകൾ അമേരിക്കയിലേക്ക് സാധനം കടത്താനാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത്. എന്നാൽ അന്താരാഷ്ട്ര ഏജൻസികൾ ഇവരെ കൂട്ടത്തോടെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ മാഫിയകൾ കളിയാകെ മാറ്റിപ്പിടിച്ചു. കടലിൻ്റെ ഉപരിതലത്തിലൂടെയുള്ള ആ പഴയ കളി അവർ അങ്ങോട്ട് അവസാനിപ്പിച്ചു. പകരം കളി നേരെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന റഡാറുകൾക്ക് പോലും പിടിക്കാൻ പറ്റാത്ത യഥാർത്ഥ നാർക്കോ സബ്മറൈനുകൾ ജനിക്കുന്നത്. ഇതൊക്കെ അമേരിക്കയിലോ കൊളംബിയയിലോ നടക്കുന്ന കാര്യങ്ങളല്ലേ? നമുക്കെന്താ എന്ന് വിചാരിക്കാൻ വരട്ടെ. കാരണം ഇതേ നാർക്കോ സബ് സാങ്കേതിക വിദ്യ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും എത്തിക്കഴിഞ്ഞു. നിങ്ങൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. ഗുജറാത്ത് തീരത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിനും കേരള തീരത്തിനും അടുത്ത് വെച്ചോ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും പിടികൂടി എന്ന്. ഇത്രയും കാലം ഇവർ വലിയ വലിയ കപ്പലുകളിലാണ്, അതായത് മദർ ഷിപ്പുകളിലാണ് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ത്യൻ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയപ്പോൾ അന്താരാഷ്ട്ര ലഹരി മാഫിയകൾ ഇന്ത്യയിലേക്കും ഈ പുതിയ വിദ്യ ഇറക്കി. അമേരിക്കയിലെ പോലെ പൂർണ്ണമായി മുങ്ങിപ്പോകുന്ന സബ്മറൈനുകൾ ഇതുവരെ നമ്മുടെ തീരത്ത് പിടിച്ചിട്ടില്ലെങ്കിലും അതിനോട് സമാനമായ ലോ പ്രൊഫൈൽ വെസലുകൾ LPV അടുത്ത കാലത്തായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട്. പൂർണ്ണമായും ഫൈബർ ഗ്ലാസ് വെച്ച് നിർമ്മിച്ച വെള്ളത്തിന് തൊട്ടുമുകളിലായി മാത്രം എൻജിൻ കാണാൻ കഴിയുന്ന റഡാറുകളിൽ പെടാത്ത വിചിത്ര ബോട്ടുകളായിരുന്നു അവ. പാകിസ്ഥാനിലെയും ഇറാനിലെയും തീരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഇത്തരം ബോട്ടുകൾ വഴി ടൺ കണക്കിന് ലഹരി മരുന്നാണ് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കപ്പൽ ചാലുകളോട്, അതായത് ഇന്റർനാഷണൽ സീ റൂട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ കേരള തീരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്നത്. ഇതിനെ തകർക്കാനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത വഴി നമ്മുടെ നേവി കടലിൽ വൻ കോട്ട കെട്ടി കാവലിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരാം. ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ആ നാർക്കോ സബ്മറൈനുകളുടെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? അങ്ങോട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ആ സബ്മറൈൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത അത്രയും കട്ടിപ്പുക. ചുറ്റും
ഡീസലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒപ്പം മനുഷ്യൻ്റെ വിയർപ്പിൻ്റെയും ഒക്കെ വല്ലാത്തൊരു നാറ്റമാണ്. ഒരടി തിരിഞ്ഞു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത കട്ടി കുറഞ്ഞ ഫൈബർ ഗ്ലാസിൻ്റെ ഒരു ചെറിയ കൂട്, അതിനുള്ളിലാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന ടൺ കണക്കിന് മയക്കുമരുന്ന് അടുക്കി വച്ചിരിക്കുന്നത്. ആ മയക്കുമരുന്ന് കെട്ടുകളുടെ നടുവിലാണ് ഈ 3-4 മനുഷ്യർ ദിവസങ്ങളോളം കുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവനോടെയുള്ള ഒരു ശവപ്പെട്ടി. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. പക്ഷേ ഇത് കടൽ വെള്ളത്തോട് ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ കടലിൻ്റെ തൊട്ട് താഴെ കൂടി ആകാശത്തെ സാറ്റലൈറ്റുകളുടെയോ നാവികസേനയുടെ അത്യാധുനിക റഡാറുകളുടെയോ കണ്ണിൽ പെടാതെ പോകുന്ന ഒരു അദൃശ്യ രൂപമാണ്. ഇവിടെയാണ് ഇവരുടെ ഭയങ്കരമായ ആ ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സബ്മറൈൻ നിർമ്മിക്കാൻ ഇവർ ഒരൊറ്റ ഇരുമ്പ് കഷ്ണം പോലും ഉപയോഗിച്ചിട്ടില്ല. പകരം ഇത് പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫൈബർ ഗ്ലാസും കാർബൺ ഫൈബറും മാത്രം ഉപയോഗിച്ചാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ 2 സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് എന്നറിയാമോ? സാധാരണ ഇരുമ്പ് കപ്പലുകളിലേക്ക് റഡാറിൻ്റെ തരംഗങ്ങൾ വന്ന് അടിക്കുമ്പോൾ അത് പെട്ടെന്ന് തട്ടി പ്രതിഫലിച്ച് വലിയൊരു സിഗ്നൽ കാണിക്കും. എന്നാൽ ഫൈബർ ഗ്ലാസിലും കാർബൺ ഫൈബറിലും ഈ റഡാർ തരംഗങ്ങൾ വന്ന് തട്ടുമ്പോൾ റഡാറിന് അതിനെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടലിലെ വലിയ വലിയ തിരമാലകൾക്കിടയിലൂടെ ഈ സബ്മറൈൻ പോകുമ്പോൾ നേവിയുടെ റഡാറുകൾക്ക് ഇതൊരു ബോട്ടാണോ അതോ കടലിലെ വെറും ഓളങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. അങ്ങനെ ഇവർ ആ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് മുന്നോട്ടു പോകും. ഇവിടെയാണ് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കച്ചവട കണ്ണ് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ഒരു സബ്മറൈൻ ഉണ്ടാക്കാൻ മാത്രം ഇവർക്ക് ഏകദേശം $5 മില്യൺ, അതായത് നമ്മുടെ നാട്ടിലെ 40 കോടിയോളം രൂപ ചിലവുണ്ട്. പക്ഷേ ഇതിനകത്ത് കടത്തുന്ന മയക്കുമരുന്നിൻ്റെ വില എത്രയാണെന്നറിയാമോ? ആയിരക്കണക്കിന് കോടി രൂപ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ട്രിപ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ 40 കോടിയുടെ സബ്മറൈൻ കടലിൽ താഴ്ത്തി നശിപ്പിച്ച് കളഞ്ഞാൽ പോലും അവർക്ക് അതൊരു നഷ്ടമേ അല്ല. കാരണം കിട്ടുന്ന ലാഭം അത്രയ്ക്ക് വലുതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സബ്മറൈനുകൾ കാണാൻ വലിയ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? അതുമില്ല. പക്ഷേ ഡ്രഗ് കാർട്ടലുകൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഈ കാർട്ടലുകൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്ന വലിയ അധോലോക മാഫിയ സംഘങ്ങളാണ്. ഈ മയക്കുമരുന്ന് മാഫിയകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കടലിലെ റഡാറുകളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഒക്കെ കണ്ണിൽ പെടാതെ തങ്ങളുടെ സാധനം ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അത്രമാത്രം അതിനായി അവർ എത്ര കോടികൾ വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറാണ്. സത്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ അത്യാധുനിക സബ്മറൈനുകളിലേക്ക് ഇവർ ഒറ്റ ദിവസം കൊണ്ട് എത്തിയതല്ല. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. തുടക്കകാലത്ത് ഇവർ ഉണ്ടാക്കിയത് കടലിനടിയിലൂടെ പോകുന്ന പൂർണ്ണമായ സബ്മറൈനുകൾ ആയിരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വില കുറഞ്ഞ, നിർമ്മിക്കാൻ എളുപ്പമുള്ള ലോ പ്രൊഫൈൽ ബോട്ടുകളായിരുന്നു. അതായത് വെള്ളത്തിന് തൊട്ടുമുകളിൽ മാത്രം എൻജിൻ കാണാൻ കഴിയുന്ന തരം ചെറിയ ബോട്ടുകൾ. ഈ പഴയ ബോട്ടുകൾക്ക് കടലിനടിയിലേക്ക് മുങ്ങിപ്പോകാൻ കഴിയില്ലായിരുന്നു. എങ്കിലും ഇവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വലിപ്പമേറിയ നടുക്കടലിൽ വലിയ തിരമാലകൾക്കിടയിലൂടെ ഇവ പോകുമ്പോൾ നേവിയുടെ റഡാറുകൾക്കും ഇവയെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും തുടക്കം മാത്രമായിരുന്നു. കാരണം ഈ നാർക്കോ സബ്മറൈനുകളുടെ യഥാർത്ഥ കളി ഒളിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ രഹസ്യങ്ങളിലാണ്. വലിയ സാങ്കേതിക വിദ്യകളുള്ള വലിയ കപ്പൽശാലകളിലോ തുറമുഖങ്ങളിലോ വെച്ചാണോ ഇവരിതുണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. വലിയ സാറ്റലൈറ്റുകൾക്ക് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വൻ ഉൾക്കാടുകളിലാണ് ഇവരുടെ കളി. കൊളംബിയയിലെയും മറ്റു വൻ ഉൾക്കാടുകളിലും ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ചതുപ്പ് നിലമുള്ള രഹസ്യ താവളങ്ങളിലുമാണ് ഈ സബ്മറൈനുകൾ നിർമ്മിക്കുന്നത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായാണ് ഇവർ ഇതിനാവശ്യമായ സാമഗ്രികൾ ഓരോന്നായി ഇവിടെ എത്തിക്കുക. വലിയ വലിയ എഞ്ചിനുകൾ, വലിയ ഫൈബർ ഗ്ലാസ് ഷീറ്റുകൾ, ഹെവി ബാറ്ററികൾ, ഇതെല്ലാം ഇവർ ഒന്നിച്ച് കാട്ടിലേക്ക് കൊണ്ടുവരില്ല. കാരണം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. വളരെ പതുക്കെ പല ദിവസങ്ങൾ കൊണ്ട് ചെറിയ വള്ളങ്ങളിലും ഈ ഉൾക്കാടുകളിലെ ചെളി നിറഞ്ഞ പുഴകളും വഴിയാണ് ഇവർ സാധനങ്ങൾ രഹസ്യമായി എത്തിക്കുന്നത്. ആകാശത്തു നിന്ന് ഡ്രോണുകളോ സാറ്റലൈറ്റുകളോ നോക്കിയാൽ പോലും മരങ്ങൾ കാരണം ഈ നിർമ്മാണ കേന്ദ്രങ്ങൾ കാണാൻ കഴിയില്ല. അവിടെ വെച്ചാണ് അവർ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ പണിതുയർത്തുന്നത്. ഇനി ഈ സബ്മറൈൻ കാട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതെങ്ങനെ കടലിലെത്തിക്കും?
ഉൾക്കാടുകളിൽ നിന്ന് വലിയ നടുക്കടലിലേക്ക് ഇതിന് നേരിട്ട് വരാൻ കഴിയില്ലല്ലോ. അതിന് അവർ ഇരുട്ടാകുന്നത് വരെ കാത്തിരിക്കും. രാത്രിയാകുമ്പോൾ ഒരു ലൈറ്റ് പോലും ഇടാതെ കാട്ടിലെ ചെറിയ ഇടുങ്ങിയ തോടുകളിലൂടെ വളരെ പതുക്കെയാണ് ഇവർ ഇതിനെ തീരത്തേക്ക് എത്തിക്കുന്നത്. ഈ സമയത്താണ് ഇവർ പിടിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം കരയോട് അടുത്തായതുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണ് എപ്പോഴും ഇവിടെ ഉണ്ടാകും. അവിടെ നിന്നും രക്ഷപ്പെട്ട് നടുക്കടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ യഥാർത്ഥ കളി തുടങ്ങുകയായി. നടുക്കടലിൽ എത്തിയാൽ റഡാറുകളെ വെട്ടിക്കാൻ ഇവരെ സഹായിക്കുന്നത് ഇതിൻ്റെ പ്രത്യേക ഡിസൈനാണ്. വെള്ളം കീറി മുറിച്ച് പോകുമ്പോൾ വലിയ ഓളങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ ഇതൊരു ബോട്ടാണെന്ന് ഒട്ടും തോന്നില്ല. കടലിൽ ഒഴുകി നടക്കുന്ന ഒരു വലിയ മരത്തടിയോ അല്ലെങ്കിൽ വെറുമൊരു നിഴലോ ഒക്കെ പോലെയേ തോന്നുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലെ മറ്റൊരു കൗതുകം എന്താണെന്നറിയാമോ? ഇത്രയും വലിയൊരു സബ്മറൈനിൽ സാധാരണ എത്ര പേരുണ്ടാകും? വെറും 3-4 പേർ മാത്രമായിരിക്കും ഇതിൽ ഉണ്ടാവുക. കാരണം ആളുകൾ കൂടിയാൽ അത്രയും സ്ഥലവും വെയിറ്റ് കൂടും. ഈ സബ്മറൈനിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നവർക്ക് ഒരൊറ്റ കാര്യം ഉറപ്പാണ്: ഇതൊരു സാധാരണ യാത്രയല്ല. ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് ഉറപ്പില്ലാത്ത കടുത്ത നരകയാത്രയാണ്. നിങ്ങൾ ആ അന്തരീക്ഷം ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. വലിയൊരു ലോറി എഞ്ചിൻ്റെ കടുത്ത ചൂടും ചെവി അടപ്പിച്ച് കളയുന്ന വലിയ ശബ്ദവും അതിന് തൊട്ടടുത്ത് വലിയ ഇന്ധന ടാങ്കുകൾക്കും മയക്കുമരുന്ന് കെട്ടുകൾക്കും നടുവിൽ ദിവസങ്ങളോളം ഒരടി പോലും നീങ്ങാൻ പറ്റാതെ ഇരിക്കേണ്ടി വരുന്ന ആ അവസ്ഥ ശ്വാസമെടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. മലമൂത്ര വിസർജനത്തിന് പോലുമുള്ള ഒരു സൗകര്യമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പെട്ടിക്ക് ഉള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടതുപോലെയാണ് ഇവരുടെ യാത്ര. എന്നിട്ടും എന്തിനാണ് ഈ മനുഷ്യർ സ്വന്തം ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഒരു മരണക്കളിക്ക് നിൽക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ആരും മോഹിക്കുന്ന തരത്തിലുള്ള വൻ തുക തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന ആകർഷണം. ഈ ഒരൊറ്റ നരകയാത്രയ്ക്ക് പുറമെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? വലിയൊരു ഡീസൽ എഞ്ചിൻ ഓടുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ചൂടാണത്. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഹെലികോപ്റ്ററുകളിൽ ഉള്ള ഇൻഫ്രാറെഡ് അഥവാ തെർമൽ ക്യാമറകൾക്ക് ഈ ചൂട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതൊഴിവാക്കാൻ ഇവർ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. എഞ്ചിൻ്റെ പുക പുറത്തു പോകുന്ന ആ പൈപ്പ് ഇവർ സെറ്റ് ചെയ്യുന്നത് നേരെ കടൽ വെള്ളത്തിനടിയിലേക്കാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന ചൂടുള്ള പുകയെ ചുറ്റുമുള്ള തണുത്ത കടൽ വെള്ളം നിമിഷ നേരം കൊണ്ട് തണുപ്പിക്കും. അതുകൊണ്ട് മുകളിൽ കൂടി പോകുന്ന വിമാനങ്ങൾക്കോ സാറ്റലൈറ്റുകൾക്കോ ഇതിൻ്റെ ചൂട് കണ്ടെത്താൻ കഴിയില്ല. എത്ര ഭയങ്കരമായ ബുദ്ധിയാണ് എന്ന് നോക്കൂ. മാത്രമല്ല, ഈ സബ്മറൈനിൽ ഒരൊറ്റ ജനൽ പോലും കാണില്ല. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടായാൽ അതിലൂടെ വെളിച്ചം പുറത്തേക്ക് അടിക്കാനും റഡാറിൽ പെടാനും സാധ്യതയുണ്ട്. പുറം ലോകം കാണാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ക്യാമറയും സാധാരണ ഒരു GPS മാത്രമാണ്. എന്നാൽ കാലം മാറിയപ്പോൾ ഈ ലഹരി മാഫിയകൾ ഇതിലും വലിയ അടുത്ത അടവ് പുറത്തെടുത്തു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ടുകൾ വെള്ളത്തിന് മുകളിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് അവയെ കോസ്റ്റ് ഗാർഡ് എങ്ങനെയെങ്കിലും പൊക്കും. ഇത് മറികടക്കാൻ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഫുള്ളി സബ്മേഴ്സിബിൾ മോഡലുകൾ. അതായത് ആവശ്യാനുസരണം കടലിനടിയിലേക്ക് പൂർണ്ണമായി മുങ്ങിപ്പോകാൻ കഴിയുന്ന യഥാർത്ഥ സബ്മറൈനുകൾ. തീർച്ചയായും ഇവ സൈന്യത്തിൻ്റെ കയ്യിലുള്ളതുപോലെയുള്ള കോടികളുടെ സാങ്കേതിക വിദ്യയൊന്നുമുള്ളതല്ല. പക്ഷേ കടലിനടിയിലേക്ക് മുങ്ങുമ്പോൾ ഇവർ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതാണ് എൻജിൻ ഓടാനുള്ള ഓക്സിജൻ. നമുക്കറിയാം, ഒരു ഡീസൽ എൻജിൻ വെള്ളത്തിനടിയിൽ ഓടിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഇവർ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ച മേഖലകളിലൂടെ പോകുമ്പോൾ ഇവർ ഡീസൽ എൻജിൻ ഓഫ് ചെയ്യും. പകരം ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ ഓണാക്കും. ഇത് കാരണം കടലിനടിയിലൂടെ ഒട്ടും ശബ്ദമില്ലാതെ വളരെ സൈലൻ്റായി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ വലിയ ബാറ്ററികൾ വെക്കുമ്പോൾ സബ്മറൈൻ്റെ വെയിറ്റും കൂടും. ഒപ്പം അപകട സാധ്യതയും ഇരട്ടിയാകും. ഈ യാത്രയിൽ ഇവർക്ക് ഒരു ചെറിയ തെറ്റ് പോലും പറ്റാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്മറൈൻ്റെ ഉള്ളിൽ കൊള്ളാവുന്നതിൻ്റെ പരമാവധി വെയിറ്റിലാണ് മയക്കുമരുന്ന് കുത്തി നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെള്ളത്തിനോട് ഒപ്പത്തിനൊപ്പമാണ് കടലിൽ കിടക്കുന്നത്. ഇനി യാത്രക്കിടെ എങ്ങാനും എഞ്ചിനൊന്ന് കേടായാലോ, അല്ലെങ്കിൽ ബോട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ഓട്ടയുണ്ടായി ഉള്ളിലേക്ക് ലേശം വെള്ളം കയറിയാലോ, തീർന്നു. മിനിറ്റുകൾക്കകം ഇത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകും. ശരിക്കും ഈ സബ്മറൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിലെ ജീവനക്കാരെ രക്ഷിക്കാനല്ല, മറിച്ച് അതിലുള്ള കോടികളുടെ മയക്കുമരുന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ മാത്രമാണ്. ഇനി ഇതിനെല്ലാം അപ്പുറമേ
കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഈ ഉണ്ടാക്കുന്ന സബ്മറൈനുകളിൽ ഭൂരിഭാഗവും ഒരൊറ്റ യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തി മയക്കുമരുന്ന് ഇറക്കി കഴിഞ്ഞാൽ ഈ സബ്മറൈനുകൾ ഇവർ തിരികെ കൊണ്ടുപോകില്ല. അത് അവിടെ വെച്ച് തന്നെ കടലിൽ താഴ്ത്തി നശിപ്പിച്ചു കളയും. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും കോസ്റ്റ് ഗാർഡോ നാവികസേനയോ തങ്ങളെ വളഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ പോലും ഈ സബ്മറൈനിലെ ജീവനക്കാർ അതിനകത്തുള്ള പ്രത്യേക വാൽവുകൾ തുറന്ന് അതിനെ കടലിൽ താഴ്ത്തും. മിനിറ്റുകൾക്കകം കോടികളുടെ മയക്കുമരുന്നും ആ സബ്മറൈനും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകും. ലഹരി മരുന്ന് തെളിവുകളോടെ പിടിക്കപ്പെടാതിരിക്കാനും തങ്ങൾക്ക് വലിയ ശിക്ഷ കിട്ടാതിരിക്കാനുമാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. കടൽ ആ തെളിവുകളെല്ലാം നിമിഷ നേരം കൊണ്ട് വിഴുങ്ങിക്കളയും. ജസ്റ്റ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഉൾക്കാട്ടിൽ ചെളിയിൽ തുടങ്ങി രഹസ്യ തോടുകളിലൂടെ വന്ന് നടുക്കടലിൽ വെറും 3-4 മനുഷ്യരുടെ ജീവൻ പണയം വെച്ച് ഓടുന്ന ഒരു ഭീകരമായ രൂപം. അതിലെ മനുഷ്യരുടെ ജീവനേക്കാൾ വില അതിനകത്തിരിക്കുന്ന മയക്കുമരുന്നിന് നൽകുന്ന ഒരു വല്ലാത്ത ബിസിനസ് ബുദ്ധി. ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇതൊരു ആഡംബര സബ്മറൈൻ ആയതുകൊണ്ടല്ല, മറിച്ച് സുരക്ഷാ ഏജൻസികളുടെ എല്ലാ അത്യാധുനിക കണ്ണുകളെയും വെട്ടിച്ച് ഇന്നും ഇത്തരം നാർക്കോ സബ്മറൈനുകൾ ലോകമെമ്പാടും സക്സസ്ഫുള്ളായി ഓടുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പേടിപ്പിക്കുന്ന സത്യം, നമ്മുടെ അറബിക്കടൽ വഴിയും കേരള തീരത്തെ ലഹരി എത്തിക്കാൻ ഈ അന്താരാഷ്ട്ര മാഫിയകൾ ഇത്തരം പുതിയ വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സമുദ്രഗുപ്ത പോലുള്ള വൻ റെയ്ഡുകൾ നമ്മുടെ നേവിയും NCBയും ചേർന്ന് നടുക്കടലിൽ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതും അഭിനന്ദിക്കേണ്ടതുമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തെ ലഹരിയുടെ പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാൻ നിലവിലെ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും ചേർന്ന് നടത്തുന്ന ശക്തമായ മുന്നേറ്റങ്ങൾ. സംസ്ഥാനത്തെ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാർക്കോ ഹണ്ട്, ലഹരി വിരുദ്ധ തൂഫാൻ തുടങ്ങിയ വൻ ഓപ്പറേഷനുകൾ ശരിക്കും അഭിനന്ദനാർഹമാണ്. ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരിൽ ഉൾപ്പെടെ ലഹരി സംഘങ്ങളെ കൂട്ടത്തോടെ പൂട്ടിയ വൻ റെയ്ഡുകൾ നമ്മൾ കണ്ടതാണ്. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിൽ പിടിക്കപ്പെടുന്ന ഈ ചെറുകിട ഏജന്റുമാരിലോ കച്ചവടക്കാരിലോ ഒതുങ്ങുന്നതല്ല ഈ മാഫിയ. ഇതിൻ്റെ യഥാർത്ഥ തലവന്മാരും വലിയ സ്രാവുകളും ഇരിക്കുന്നത് കടൽ കടന്നുള്ള അന്താരാഷ്ട്ര അധോലോകങ്ങളിലാണ്. ആ തലച്ചോറുകളെ തകർത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ലഹരി ഒഴുക്ക് പൂർണ്ണമായും നിർത്താൻ കഴിയൂ. അതിനായി കടലിൽ കോട്ട കെട്ടി കാവലിരിക്കുന്ന നമ്മുടെ സൈന്യത്തിന് നമുക്ക് വലിയൊരു സല്യൂട്ട് നൽകാം. അപ്പോൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളുടെ ഈ ഒരു കറുത്ത ലോകത്തെക്കുറിച്ചും നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ പോരാട്ടത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.